നമസ്കാരം. മമതാ ബാനർജിക്ക് ബംഗാളിലും ഭാരതീയ രാഷ്ട്രീയത്തിലും പ്രസക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടെങ്കിൽ പോലും വാർത്തകളിൽ നിന്ന് മമതാ ബാനർജിയുടെ പ്രസക്തി ഒട്ടും നഷ്ടപ്പെടുന്നില്ല. കാരണം ഏറ്റവും പുതിയ വാർത്ത മമതാ ബാനർജിയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ദിവസം തന്നെ പ്രേക്ഷകരോട് തത്വമയി ന്യൂസ് അത് പങ്കുവച്ചിരുന്നതാണ്. എന്നാലും അതിൻ്റെ പുതിയ വികാസങ്ങളും കൂടി പങ്കുവയ്ക്കേണ്ടതുണ്ട്. കാരണം 6 ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് മമതാ ബാനർജി ഡൽഹിയിലെത്തിയ പാടെ മമതാ ബാനർജിയുടെ പാർട്ടിയിലെ 6 എംപിമാർ, അതിൽ രാജ്യസഭാ മാരിൽ ചിലർ രാജിവെച്ചു, വീണ്ടും രാജ്യസഭയിലേക്ക് മത്സരിക്കുവാൻ പോവുകയാണ്. ലോക്സഭാ എംപിമാരിൽ ചിലർ BJP നേതാക്കളുമായി ചർച്ചകൾ നടത്തി. ഒടുവിൽ നമുക്കറിയുവാൻ കഴിയുന്ന വിവരം 22 മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ എംപിമാർ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുവാൻ അനുവദിക്കണമെന്നുള്ള ഒരു കത്ത് ലോക്സഭാ സ്പീക്കർക്ക് നൽകി എന്നുള്ളതാണ്. ഇന്നലെ 20 കണക്ക്, ഇന്നായപ്പോൾ അത് 22 ആയിട്ടുണ്ട്. അതിൽ ഏറ്റവും അതിശയകരമായിട്ടുള്ള കാര്യം, മുൻ ക്രിക്കറ്ററായിരുന്ന യൂസഫ് പട്ടാനും അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് പിന്തുണ നൽകുന്നു എന്നാണ് അറിയുവാൻ കഴിയുന്നത്. യൂസഫ് പട്ടാനെ അടിസ്ഥാനപരമായിട്ട് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ്, BJP ഒരു പിന്തുണാ രീതിയിൽ കൈക്കൊള്ളുന്നത് BJPയിലേക്ക് എടുക്കുകയാണെങ്കിൽ അത് വളരെ അപകടമാണ്. കാരണം അടിസ്ഥാനപരമായിട്ട് യാതൊരു ആശയസ്ഥിരതയും ഇല്ലാത്ത ഒരു ജിഹാദി മനസ്സുള്ള ഒരു വ്യക്തിയാണ് യൂസഫ് പട്ടാൻ, അതിനൊരു സംശയവുമില്ല. മറ്റെംപിമാരുടെ കാര്യത്തിൽ ഇപ്പോൾ പറയപ്പെടുന്നത് ഒരു പ്രത്യേക ബ്ലോക്കായിരുന്നു, ഒരു പ്രത്യേക തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു. ഇപ്പോൾ ഋതപ്രതാ ബാനർജി ഇവിടെ പശ്ചിമ ബംഗാളിൽ ചെയ്യുന്നത് പോലെ പ്രതിപക്ഷമായി പ്രവർത്തിച്ചുകൊണ്ട്, എന്നാൽ കേന്ദ്രത്തിൽ BJPക്ക് NDAക്ക് പിന്തുണ നൽകുന്ന തരത്തിലും പ്രവർത്തിക്കുവാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. ഈ ഒരു തീരുമാനം സത്യമായി വരുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തകൾ. കാരണം പൂർണ്ണമായിട്ട് അവരത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാലേ അത് സ്ഥിരീകരിക്കാൻ സാധിക്കുള്ളൂ. എന്നാലും ഏതാണ്ട് ഒരു 90% ഉറപ്പാണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഈ വാർത്തകളെ. കാരണം അത്രയും വിശ്വസനീയമായ സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്കിത് അറിയുവാൻ കഴിയുന്നത്. ഇനി ആ കാര്യത്തിലേക്ക് വരാം. ഇത്തരത്തിലൊരു തീരുമാനം അവർ കൈക്കൊള്ളുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഏതാണ്ട് പൂർണ്ണമായും അവസാനിച്ചു. മമതയുടെ തൃണമൂൽ കോൺഗ്രസ് മറ്റൊരു തരത്തിൽ ഋതപ്രതാ ബാനർജിയുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലുമോ നേതൃത്വത്തിൽ ഒരു തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായി വരും. കമ്മ്യൂണിസ്റ്റുകാരുൾപ്പെടെയുള്ളവർക്ക് ബംഗാളിലൊരു തടയായി BJP അവരെ ഉപയോഗിക്കുകയും ചെയ്യും. അത്രയും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ തന്ത്രങ്ങൾ. ഇനി മറുവശത്ത് ഇന്ത്യ മുന്നണിയുടെ കാര്യമെടുത്താൽ അത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. തൃണമൂൽ കോൺഗ്രസിൽ മമത ഒപ്പമുണ്ടെങ്കിൽ പോലും തൃണമൂൽ കോൺഗ്രസ് ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്കാണ്. DMK അവരെ പൂർണ്ണമായും കൈയൊഴിഞ്ഞു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അവർ ചെയ്ത വലിയ ചതിയെ പ്രതി BJPയെ പിന്തുണച്ചാലും ഇല്ലെങ്കിലും കോൺഗ്രസിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള ഒരു തീരുമാനമാണ് DMK ഇപ്പോൾ എടുത്തിരിക്കുന്നത്. CPI ഇവർക്ക് രണ്ടുപേർക്കും വേറെ നിവൃത്തിയൊന്നുമില്ല. അഖിലേഷ് യാദവിനും തേജസ്വി യാദവിനും നിവൃത്തിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്ന് BJPയോട് എതിർക്കുവാനുള്ള ഒരു സാധ്യതകൾ അവർ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി ഇപ്പോൾ പതിവ് പോലെ തന്നെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും ചെയ്യുന്നില്ല. വോട്ട് ചോരിയെ സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് കത്ത് നൽകുവാൻ പോവുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം അവർക്കുണ്ടാവുകയാണെങ്കിൽ ഉണ്ടാകട്ടെ. അടിസ്ഥാനപരമായിട്ട് വോട്ട് ചോരി നടന്നു എന്നൊക്കെ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് നടക്കാൻ ഏറ്റവും ചുരുങ്ങിയത് തേജസ്വി യാദവും മമതാ ബാനർജിയെങ്കിലും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒപ്പം ഉണ്ടാകും എന്നുള്ളത് അവരെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഒരു ശക്തി എന്നുള്ളത് പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവർക്ക് പ്രധാന ശക്തി അവരുടെ ഒപ്പമുള്ളത് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയാണ്. അത് അടുത്ത തിരഞ്ഞെടുപ്പോടുകൂടി അതിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ അത് മറ്റാരെക്കാളും, കാരണം രാഹുൽ ഗാന്ധിയെപ്പോലെ അല്ല അഖിലേഷ് യാദവ്. അഖിലേഷ് യാദവ് അടിസ്ഥാനപരമായിട്ട് അഴിമതിയിലും മറ്റ് പല കാര്യങ്ങളിലും രാഹുൽ ഗാന്ധിയോട് ഒപ്പം നിൽക്കുമെങ്കിലും കട്ടയ്ക്ക് നിൽക്കുമെന്ന് പറയില്ലേ, നിൽക്കുമെങ്കിലും രാഷ്ട്രീയ തന്ത്രം മുലായം സിംഗിൽ നിന്ന് കുറേയൊക്കെ അഖിലേഷ് യാദവും പഠിച്ചു എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു തരത്തിലും BJP സർക്കാരിനെ വീഴ്ത്തുവാനുള്ള സകല ശ്രമങ്ങളും അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിൽ നടത്തും. ഇനി വരുവാൻ പോകുന്ന 2027 നടക്കുവാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ. അതിനുവേണ്ടിയാണ് രാഹുൽ ഗാന്ധിയുമായിട്ടുള്ളൊരു കൂട്ടുകെട്ട്, ഇന്ത്യ മുന്നണിയേക്കാൾ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ളൊരു കൂട്ടുകെട്ട് അഖിലേഷ് ഇപ്പോഴും തുടരുന്നത്. പലപ്പോഴും അഖിലേഷിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഗുണകരമല്ല എന്ന് തോന്നിയപ്പോൾ കോൺഗ്രസിനെ ഒരു കരിവേപ്പിലെ പോലെ മുൻപും എടുത്തത് കളഞ്ഞിട്ടുണ്ട്. കാരണം കൈയെ കൊണ്ട് നടന്ന് സൈക്കിൾ പഞ്ചറായി. സൈക്കിൾ സമാജ്വാദി പാർട്ടിയുടെ ചിഹ്നമാണ്. സൈക്കിൾ പഞ്ചറായി എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് കോൺഗ്രസുമായിട്ടുള്ള സഖ്യം അദ്ദേഹം പലതവണ അവസാനിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും കൂടിച്ചേർന്നിട്ടുണ്ട് നിവൃത്തികേട് വരുമ്പോൾ, പരാജയങ്ങൾ രുചിക്കുമ്പോൾ ചേർന്നിട്ടുണ്ട്. തന്നെയുമല്ല, അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം ദേശീയ തലത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രാദേശികമായ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഞാൻ ഇനി പ്രവർത്തിക്കുന്നില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് അറിയാം സമാജ്വാദിയുടെ ഉത്തർപ്രദേശിൽ ഭരണത്തിൽ തിരികെ എത്തുവാനുള്ള സാധ്യതകൾ വളരെ ചുരുങ്ങിയ ഒരു
എന്താ പറയുക, വിരള അളവിൽ ഒതുങ്ങി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ളൊരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധിയെക്കാളും കൂടുതൽ രാഷ്ട്രീയ പരിചയവും രാഷ്ട്രീയ വീക്ഷണവും അദ്ദേഹത്തിനുണ്ട്. നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല, രാഹുൽ ഗാന്ധിയേക്കാൾ മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയ വീക്ഷണം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാന സഖ്യകക്ഷിയായിട്ടുള്ള സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിലെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ പ്രതി ഇന്ത്യ മുന്നണിയോടൊപ്പം നിന്ന് രാഹുലിനെ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ BJPയുടെ ശക്തമായ കോട്ടകളിൽ വിള്ളലുണ്ടാക്കുവാൻ സാധിക്കുമോ എന്ന് ശ്രമിക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജാതി പറഞ്ഞ് ഒരു വേർതിരിവ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ അവർ ഏതാണ്ട് കുറേയൊക്കെ വിജയിച്ചതിൽ പോലെ ഉത്തർപ്രദേശിൽ കുറച്ച് അധികം വിജയിച്ചിരുന്നു. അതിൻ്റെ ഒരു ക്ഷീണം ഉത്തർപ്രദേശിൽ തീർത്ത് കൊണ്ട് തന്നെ വരികയാണ് യോഗി സർക്കാർ. കാരണം പറ്റിയൊരു അബദ്ധത്തിൽ നിന്ന് പാഠം പഠിച്ച് അതിനുള്ള പ്രതിക്രിയകൾ ചെയ്ത് അത് മാറ്റിക്കൊണ്ടുവരികയാണ്. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം പൂർണ്ണമായി മാറ്റിക്കൊണ്ടുവരികയാണ് യോഗി സർക്കാർ. പക്ഷേ മറ്റെന്തെങ്കിലും കുടിലതന്ത്രം അഖിലേഷ് യാദവിൻ്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസുമായി ചേർന്നുണ്ടാകുമോ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ കാത്തിരുന്ന് അറിയുവാൻ സാധിക്കുകയുള്ളൂ നമുക്ക്. അതിനു വേണ്ടിയിട്ടാണ് അഖിലേഷ് യാദവ് നിൽക്കുന്നത്. തേജസ്വി യാദവിനെ എന്തിനാണ് കൂടെ കൂട്ടിയിരിക്കുന്നതെന്ന് കോൺഗ്രസിനും അറിയില്ല. തേജസ്വി യാദവ് എന്തിനാണ് ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിനും അറിയില്ല. തേജസ്വി യാദവിനെ സംബന്ധിച്ച് കുറച്ച് അദ്ദേഹത്തിന് അറിയാം. കാരണം അദ്ദേഹത്തിന് വേറെ ഒരിടത്തും പോകാൻ ഇടമില്ല. അതുകൊണ്ട് അദ്ദേഹം നിൽക്കുന്നു. മമതാ ബാനർജിക്കും ഏതാണ്ട് അതേ അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ പോകുവാൻ വേറെ ഇടമൊന്നുമില്ല. കാളിഘാട്ടിൽ പോയി പഴയ വീട്ടിൽ ഒറ്റമുറിയിൽ സാധാരണക്കാരിയായി തുടരുവാനാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ സുവേന്ദു അധികാരി അതിനുള്ള സകല സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കും. സമാധാനമായി അവിടെ ജീവിച്ചോളൂ. കാരണം അവരെ യാതൊരു തരത്തിലും ഉപദ്രവിക്കാൻ പോകുന്നില്ല. ഇതെല്ലാം നിലനിൽക്കെ മമതാ ബാനർജിക്ക് ലഭിച്ച ഏറ്റവും വലിയ അടി എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, തിരിച്ചടി എന്ന് പറയുന്നത്. ശാരീരികമായിട്ടുള്ള പ്രഹരത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. 22 MP പോയി. സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് ഏതാണ്ട് പൂർണ്ണമായും പിളർന്നു. 54 MLA കൂറുമാറി, അല്ലെങ്കിൽ അവർ യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ്സായി മാറി. മമതാ ബാനർജി പുറത്തായ അവസ്ഥയിലെത്തി. ഇതൊന്നുമല്ല മമതാ ബാനർജിക്ക് രാഷ്ട്രീയമായി ലഭിച്ചിരിക്കുന്ന യഥാർത്ഥ തിരിച്ചടി. BJP കാലാകാലങ്ങളായി മമതാ ബാനർജിയുടെയും അവരുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയുടെയും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് മേൽ നടത്തിയിരുന്ന ആരോപണങ്ങളെ എല്ലാം സ്ഥിരീകരിക്കുന്ന രീതിയിൽ മമതാ ബാനർജിയുടെ, പ്രത്യേകിച്ച് അഭിഷേക് ബാനർജിയുടെ ഏറ്റവും വിശ്വസ്തനായ ജഹാംഗീർ ഖാൻ എന്ന ജിഹാദി ഇക്കഴിഞ്ഞ ദിവസം നേപ്പാൾ അതിർത്തിയിലൂടെ രാജ്യം വിടുവാൻ ശ്രമിക്കുന്നതിനിടയിൽ BSFൻ്റെ പിടിയിലായി. ഈ ആരോപണങ്ങളെല്ലാം സാധൂകരിക്കുന്ന എന്തായിരുന്നു ആരോപണങ്ങളെന്നുള്ളത് ഞാനൊന്ന് ചുരുക്കി പറയാം. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. ബംഗ്ലാദേശിൽ നിന്ന് ജിഹാദികളെ ബംഗാളിൽ കൊണ്ടുവന്ന്, പശ്ചിമ ബംഗാളിൽ കൊണ്ടുവന്നവരെ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തി ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുത്ത് ഹൈന്ദവ ധ്വംസനത്തിനായി ഉപയോഗിക്കുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന ജിഹാദികളിൽ പ്രധാനിയായിരുന്നു ഷെയ്ഖ് ഷാജഹാൻ. ഇപ്പോൾ ജയിലറയ്ക്കുള്ളിലാണ്. അഴികൾക്കുള്ളിൽ കിടക്കുന്ന ഷെയ്ഖ് ഷാജഹാൻ്റെ പ്രധാന ശിഷ്യനായിരുന്നു. ഷെയ്ഖ് ഷാജഹാൻ ഉസ്താദാണെങ്കിൽ ഒരു ഉസ്തുബുധനായിരുന്നു ജഹാംഗീർ ഖാൻ. സന്ദേശ് ഖലി പോലുള്ള സ്ഥലങ്ങളിൽ ഭീകരത വിതച്ച ഷെയ്ഖ് ഷാജഹാനെ പോലെ തന്നെ ഫാൽത്ത എന്നൊരു പ്രദേശം മുഴുവൻ കയ്യിലടക്കി വെച്ച് തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നടപ്പാക്കിയിരുന്ന, ആളുകളുടെ ജീവന് പുല്ലുവില കൽപ്പിച്ചിരുന്ന ഒരു ജിഹാദിയായിരുന്നു ജഹാംഗീർ ഖാൻ. ആ ജഹാംഗീർ ഖാൻ്റെ അറസ്റ്റോടുകൂടി മമതയുടെ മേൽ BJP ആരോപിച്ചിരുന്ന ആരോപണങ്ങളെല്ലാം സാധൂകരിക്കപ്പെട്ടിരിക്കുകയാണ്. തന്നെയുമല്ല, മമതയുടെ ഉള്ളിലുള്ള മറ്റൊരു ഭയം, ഈ ജഹാംഗീർ ഖാൻ ഇനി കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ, പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള സൽക്കാരങ്ങളെല്ലാം സ്വീകരിച്ചതിന് ശേഷം ഇനി കൂടുതൽ സൽക്കാരം വേണ്ട എന്നുള്ള രീതിയിൽ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു തുടങ്ങിയാൽ ഒരുപക്ഷെ അഭിഷേക് ബാനർജിയോടൊപ്പം തന്നെ മമതാ ബാനർജിയും ജയിലഴികൾക്കുള്ളിലേക്ക് പോകുവാനുള്ള സാധ്യതകൾ തുറന്നു വരും എന്നുള്ള കാര്യം മമതാ ബാനർജിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ MP പോയതോ MLA പോയതോ അല്ല മമതയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി. ഇപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഭയം, അത് ആര് മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും അവർ മനസ്സിലാക്കുന്നുണ്ട്. ജഹാംഗീർ ഖാനെ പോലുള്ളവർ വാ തുറന്നാൽ ഒരുപക്ഷെ മമതാ ബാനർജിക്ക് ശിഷ്ടകാലം ജയിലിനുള്ളിൽ ചിലവഴിക്കേണ്ടി വരും. ആ ഭയം അവരെ ഏതൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുമെന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണാം. എന്തായാലും മമതാ ബാനർജിയുടെ പതനം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. ഇനി അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമോ എന്നുള്ളത് കാലം ഉത്തരം തരേണ്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം പ്രേക്ഷകർക്കറിയാമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പ്രേക്ഷകർക്കുണ്ടെങ്കിൽ തീർച്ചയായും ആ അഭിപ്രായങ്ങൾ ഞങ്ങളുമായി കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്.
സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.